അലക്സാൻഡ്രിയ ഒക്കേഷ്യോ കോർട്ടസ് അഥവാ AOC അവർ അടുത്ത പ്രസിഡൻ്റാകും, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അടുത്ത സ്ഥാനാർത്ഥിയാകും എന്നുള്ള ചിന്താഗതി, എന്നുള്ള പ്രചാരണം ശക്തിപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അഭിപ്രായ വോട്ടെടുപ്പുകളിലൊക്കെ രണ്ടാം സ്ഥാനത്ത് അവരാണ്. ഒന്നാം സ്ഥാനത്ത് കമലാ ഹാരിസ് തന്നെ, കാരണം അവർ മുൻ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ അവർക്ക് ഏതാണ്ട് 28% പിന്തുണ കിട്ടുന്നുണ്ട്. AOCക്ക് 21%. അപ്പോൾ ഇതിനടുത്ത് വേറെ ആരും വരുന്നില്ല. കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസവും അങ്ങനെ വമ്പന്മാരൊക്കെ ഉണ്ടെങ്കിലും അവരൊന്നും ഈ തലത്തിലേക്ക് വരുന്നില്ല. AOC ആകട്ടെ അങ്ങനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് അവർക്ക് 36 വയസ്സേ ഉള്ളൂ. പ്രസിഡൻ്റാകാൻ 29 വയസ്സ് ഉള്ളപ്പോൾ അവർ കോൺഗ്രസ് അംഗമായി. ഈ ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസ് അംഗമാണ് അവർ. ഇതേവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസ് അംഗം. ന്യൂയോർക്കിലെ 14th ഡിസ്ട്രിക്റ്റിൽ നിന്ന്, അതായത് ന്യൂയോർക്ക് സിറ്റിയിലെ ബ്രോങ്സിലെ പിന്നെ കറുത്ത വർഗ്ഗക്കാരൊക്കെ കൂടുതലുള്ള ആ സ്ഥലത്ത് നിന്ന് ഉള്ള കോൺഗ്രസ് അംഗമാണ് അവർ. അപ്പോൾ ഇതിനെപ്പറ്റി അവരെപ്പറ്റിയുള്ള വിശേഷങ്ങൾ ഒത്തിരി നമുക്ക് പറയാനുണ്ട്. അപ്പം ഇപ്പം നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവരും AOCയും ബെർണി സാൻഡേഴ്സും, വെർമോണ്ടിൽ നിന്നുള്ള സെനറ്റർ ബെർണി സാൻഡേഴ്സും കൂടി ഇപ്പോൾ ഫൈറ്റ് ഓളിഗാർക്കി എന്ന് പറഞ്ഞ് ഒരു പ്രചാരണ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് പിന്നെ ഓരോ സ്ഥലങ്ങളിലും ചെന്ന് ട്രംപ് ഭരണകൂടത്തിനും ട്രംപിൻ്റെ കൂടെ നിൽക്കുന്ന ഓളിഗാർക്കി എന്ന് പറഞ്ഞാൽ ഒരു പറ്റം ആളുകൾ, പിന്നെ വമ്പന്മാരായ ഒരു പറ്റം ആളുകൾ ഭരണം നിയന്ത്രിക്കുന്നതിനാണ് ഓളിഗാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അവർ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ സ്വീകരണമാണ് അമേരിക്ക ഒട്ടാകെ ലഭിക്കുന്നത്. ചെല്ലുന്നിടത്തെല്ലാം 10,000 തടിച്ചു കൂടുന്നു. നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും അത്രയധികം ഒന്നും കാണുന്നില്ല. അവരുടെ AOCയുടെ ഒരു ഫൈറ്റ് ഓളിഗാർക്കി എന്നുള്ള ഒരു വെബ്സൈറ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി, അവരുടെ ആ പ്രചാരണത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ എത്രയുണ്ടെന്ന്. ട്രംപ് കൺട്രിയിലൊക്കെ, അതായത് ട്രംപിന് വേണ്ടി അതിശക്തമായിട്ട് നിലകൊണ്ട സ്ഥലങ്ങളിലൊക്കെ, മൊണ്ടാന പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോലും ജനം ഇടിച്ചുകൂടുകയാണ്. അപ്പോൾ 10,000 ആളുകൾ തടിച്ചു കൂടുന്നു. അപ്പോൾ ഇവരുടെ AOCയുടെ പ്രസംഗം വളരെ സിമ്പിളാണ്, വളരെ ലളിതം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നു. നമ്മുടെ രാജ്യം ഇങ്ങനെയല്ല, നമ്മുടെ രാജ്യം ഇങ്ങനെ പോയാൽ പോരാ, പിന്നെ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവരെ അവഗണിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളെല്ലാം കുടിയേറ്റക്കാരായി വരുന്നവരെല്ലാം അവരോടെല്ലാം മനുഷ്യത്വഹീനമായിട്ട് പെരുമാറി അവരെ തിരിച്ചയക്കുകയൊക്കെ ചെയ്യുന്നു. ഇതൊന്നും ശരിയല്ല, ഇതൊന്നും അമേരിക്കൻ മൂല്യങ്ങളിൽ പെട്ടതല്ല. അതുപോലെ തന്നെ തൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവർ പറയുന്നുണ്ട്, അത് നമുക്ക് പറയാം. അപ്പം ഇതെല്ലാം പറഞ്ഞ് ആ AOCയുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മെസ്മറൈസ്ഡ് ആയി പോകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ആത്മാർത്ഥതയാണ്, സത്യസന്ധതയാണ്. അവർ പറയുന്ന ഓരോ വാക്കിലും സത്യവും ആത്മാർത്ഥതയും തുടിച്ചു നിൽക്കുന്നു. അവർ പറയുന്നതിനോട് നമുക്ക് അനുകൂലം ഉണ്ടാകാം, ഇല്ലായിരിക്കാം. പക്ഷേ ആ പറയുന്നതിലെല്ലാം ആത്മാർത്ഥതയും സത്യസന്ധതയും കാണുന്നു. നേരെ മറിച്ച് കമലാ ഹാരിസിൻ്റെ വാക്കുകളും ചിരിയും ഒരു എന്താ പറയുക, ഒരു കള്ളത്തരത്തിൻ്റെ ഒരു കള്ളിച്ചിരിയായിരുന്നു. ഒരു കള്ളച്ചിരി അതുപോലെയാണ് നമുക്ക് തോന്നിയത്. എന്ന് മാത്രമല്ല, താൻ ജയിക്കുമെന്നുള്ള ആ ഉറപ്പിലാണ് അവർ മത്സരരംഗത്ത് വന്നത്. ആ വിനയം ഇല്ലാതെയാണ് വന്നത്. നേരെ മറിച്ച് ജയിക്കാതിരിക്കാമെന്നുള്ള ആ ഒരു വിനയത്തോടി വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനായിട്ട്, ജനങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് കഴിയുമായിരുന്നിരിക്കാം. എന്തായാലും അത് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ AOCയുടെ മെച്ചങ്ങൾ അവർ കാര്യങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, തറപ്പിച്ച് പറയുന്നു. അതുപോലെ തന്നെ ആ റാലികളിലൊക്കെ അവർ പലസ്തീന് അനുകൂലമായിട്ട് പറയുന്നു, ഫ്രീ പാലസ്തീൻ. അത് പറയുമ്പോഴത്തേക്ക് 10,000 ആളുകൾ ഒച്ചത്തിൽ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നു. അപ്പോൾ ജനങ്ങൾ മുഴുവൻ എല്ലാവരും വിചാരിക്കും എല്ലാവരും ഇസ്രായേലിന് അനുകൂലമാണെന്ന്. അങ്ങനെയല്ല, ജനങ്ങളിൽ നല്ലൊരു പങ്ക് ഇസ്രായേലിനെതിരായിട്ടുണ്ട്. ഇസ്രായേലിനെതിരല്ലായിരിക്കാം, പക്ഷേ പലസ്തീന് അനുകൂലമായിട്ടുണ്ട്. അവിടുത്തെ ആ കൊലപാതകങ്ങളിൽ കൊലകളിൽ ആളുകൾക്ക് നീരസമുണ്ട്, ആളുകളുടെ വിഷമതകൾ അവിടെ നമ്മൾ കാണുന്നു. അപ്പോൾ ഈ AOCയെ പറ്റി പറയുമ്പോൾ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്തായാലും ഇത് അവരെ പറ്റി പല ടോക്ക് ഷോകളും ഇനിയും തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ പല ആർട്ടിക്കിൾസും ഒക്കെ ഇത് നമുക്കതിൻ്റെ ഒരു ആരംഭമായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇവരെ പറ്റി പറയുന്നത്, ഇവർ ബ്രോങ്സിൽ ജനിച്ചു. അപ്പൻ എന്തോ ഒരു ആർക്കിടെക്റ്റോ എന്തോ ചെറിയ സ്ഥാപനം എന്തോ ഉണ്ടായിരുന്നു. അമ്മ അന്നേരം അല്ലറ ചില്ലറ പൈസ ഉണ്ടായപ്പോൾ ഇവർക്കൊരു സഹോദരനോടുണ്ട്, ഇളയ സഹോദരനോടുണ്ട്. അല്ലറ ചില്ലറ പൈസ ഉണ്ടായപ്പോൾ ഇവർ യോർക്ക് ടൗൺ ഹൈറ്റ്സിലേക്ക് പോയി, അതായത് വെസ്റ്റർഷർ കൗണ്ടിയിലെ കുറച്ച് അപ്സ്റ്റേറ്റിലേക്ക്. കാരണം സ്കൂൾ നോക്കി അങ്ങോട്ട് പോയതാണ്. ആ സ്കൂളിൽ നിന്ന് നല്ല നിലയിൽ യോർക്ക് ടൗൺ ഹൈസ്കൂളിൽ നിന്ന് AOC നല്ല നിലയിൽ പാസ്സായി. അതിനുശേഷം അവർ പഠിക്കാൻ ആ കാലത്ത് അവർക്ക് ഇൻ്റൽ സയൻസ് കോമ്പറ്റീഷനിൽ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പറ്റീഷനാണ്, അതിൽ ഒരു 2ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. മൈക്രോബയോളജിയിൽ അവരെന്തോ ഒരു കണ്ടുപിടുത്തം അതിനെ സംബന്ധിച്ച്
പിന്നെ അതിനൊരു 2ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. അതിന് പുറമെ ഇവരുടെ ഗവേഷണത്തിൻ്റെ അതിൻ്റെ പേരിൽ ഒരു ഒരു ചെറിയ നക്ഷത്രം, ചെറിയ വാൽ നക്ഷത്രം, അതിന് ഇവരുടെ പേര് കൊടുത്തിട്ടുണ്ട്, AOCയുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അവരുടെ ചരിത്രം. അതിനുശേഷം ഈ യോർക്ക് ടൗൺ ഹൈറ്റ്സിലായിരുന്ന കാലത്ത് പിന്നെ പിതാവ് മരിച്ചു 2008. ഇവർ 1989 ജനിക്കുന്നത്. അപ്പോൾ പിതാവ് മരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്വത്തുക്കളുണ്ട്. ആ സ്വത്തുക്കളുടെ പേരിൽ കേസ് നടക്കുമ്പം വക്കീലന്മാർ ആ പൈസ എല്ലാം തട്ടിച്ചുകൊണ്ട് പോകുന്നത് എന്നാണ് ഇവർ പറയുന്നത്. നമ്മളീ ഉണ്ടാക്കുന്ന പിന്നെ ഈ കേസുകളിലും മറ്റും നമ്മൾ കുടുങ്ങി കഴിയുമ്പോൾ വക്കീലന്മാരാണത് മുതലെടുക്കുന്നതെന്ന് അവർ ഫസ്റ്റ് ഹാൻഡ് അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ചെയ്യുന്നത്. തിരിച്ച് പഠനം കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ച് ബ്രോങ്സിലേക്ക് വന്നു. ബ്രോങ്സിൽ വന്ന് അവിടെ ജീവിക്കാൻ വേണ്ടി അവർ ഹോട്ടലുകളിൽ വെയിറ്ററസായിട്ട് ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ 2018 ഇലക്ഷൻ വരുന്നു, കോൺഗ്രസിലേക്കുള്ള ഇലക്ഷൻ വരുന്നു. അപ്പോൾ ഇവരെ ലെഫ്റ്റ് ലീനിങ് ആണ് കോൺഗ്രസ് അംഗം. പിന്നെ വളരെ ഈ എൻവയോൺമെൻ്റൽ പരിസ്ഥിതി പ്രശ്നത്തിൽ വലിയ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഇവരുടെ സഹോദരനാണ് ഈ ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള ആളുകളുടെ ഒരു പ്രസ്ഥാനം ഉണ്ട്. അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇങ്ങനെ ക്ഷണിക്കുന്നത്. അപ്പോൾ ഇവരുടെ സഹോദരൻ ഇവരുടെ പേര് നിർദ്ദേശിച്ചു. അപ്പോൾ ഇവരെ കണ്ടു, അവർ താല്പര്യപ്പെടുന്നു, അവരെ സ്ഥാനാർത്ഥിയാക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ ഹോട്ടലിൽ വെയിറ്ററസാണ്. ഇവർ പറയുന്നത് ഹോട്ടലിൽ വെയിറ്ററസായിട്ട് ജോലി ചെയ്യുമ്പോൾ അവരുടെ ഒരു ബാഗ് കൊണ്ടുപോകും, പേപ്പർ ബാഗ്. അതിൻ്റെ അകത്താണ് ഈ പ്രചാരണത്തിനുള്ള സാധനങ്ങളെല്ലാം, പ്രചാരണത്തിനുള്ള വിളിക്കാനുള്ള കാര്യങ്ങളും അതുപോലെയുള്ള ഫ്ലയറും മറ്റതും എല്ലാം കൊണ്ടാണ് ഈ പോകുന്നത്. ജോലിക്കിടയിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും തമാശ, അന്ന് ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചുകൊണ്ടിരുന്നത് ജോസഫ് ക്രൗലി എന്ന് പറഞ്ഞ കാര്യപ്പെട്ട ഒരു നേതാവാണ്. കേരളത്തിൽ അമേരിക്കയിൽ തന്നെ അദ്ദേഹം പരാജയപ്പെട്ടപ്പം ഞാനുമൊക്കെ വിഷമിച്ചു പോയതാണ്. കാരണം നമ്മളുമൊക്കെ ആയിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. കാര്യപ്പെട്ട നേതാവാണ്, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വലിയ നേതാക്കന്മാരിൽ ഒരാൾ. അദ്ദേഹമാണ് എതിരാളി. അപ്പോൾ അദ്ദേഹത്തിനെ അന്നത്തെ ഗവർണർ ആൻഡ്രൂ കോമോ അടക്കം, ചക്ക് ഷൂമർ, സെനറ്റർ ജില്ലി ബ്രാൻഡ് അടക്കം എല്ലാവരും തന്നെ അദ്ദേഹത്തെ എൻഡോഴ്സ് ചെയ്തു. അപ്പം AOC എന്ന് പറയുന്ന അങ്ങനെ ഒരു ആളെപ്പറ്റി ആളുകൾക്ക് അറിയുക പോലും ഇല്ലായിരുന്നു. ആകപ്പാടെ ഈ ക്രൗലിയെ ആദ്യം എൻഡോഴ്സ് ചെയ്തെങ്കിലും നമ്മുടെ കാലിഫോർണിയയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം റോ ഖന്ന, അദ്ദേഹം ആദ്യം ക്രൗലിയെ എൻഡോഴ്സ് ചെയ്തെങ്കിലും പിന്നീട് AOCയെ എൻഡോഴ്സ് ചെയ്തു. അപ്പം നമുക്കൊരു ബന്ധമുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ AOCയുടെ പ്രചാരണത്തിൻ്റെ ഒക്കെ ചുക്കാൻ പിടിച്ചത് ഒരു ഇന്ത്യക്കാരനായിരുന്നു, സൈഗത് ചക്രവർത്തി എന്ന് പറഞ്ഞ 38 വയസ്സൊക്കെ ഉള്ള ഒരാളാണ്, 38-39 വയസ്സുള്ള ഒരാൾ. അപ്പോൾ സൈഗത് ചക്രവർത്തി ഒരു ഗ്രീൻ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ, വളരെ തീവ്ര പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ ആളാണ്. അപ്പോൾ അന്ന് ഈ AOC പരിസ്ഥിതിക്ക് വേണ്ടി നടത്തിയ ഒരു പ്രസംഗം, അത് പിന്നീട് കോൺഗ്രസിലാണ്. അത് അതീവ ശ്രദ്ധേയമായിരുന്നു. അവരുടെ ആ വികാരഭരിതമായ പ്രസംഗം വളരെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതിൻ്റെ എല്ലാം പിന്നിൽ ഈ സൈഗത് ചക്രവർത്തിയായിരുന്നു. അപ്പോൾ സൈഗതാണ് ഇവരുടെ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത്, ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തി. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ മുൻ സ്പീക്കർ നാൻസി പെലോസിക്കെതിരെ കഴിഞ്ഞ തവണയൊന്ന് മത്സരിച്ച് തോറ്റുപോയി കാലിഫോർണിയയിൽ. ഇപ്രാവശ്യം വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ അങ്ങനെ പ്രഗത്ഭനായ ഒരു വ്യക്തി ഇവരുടെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ പ്രൈമറി വോട്ടെടുപ്പ് വന്നു. ആരും വിചാരിച്ചില്ല ഇവർക്ക് ഇവരാളുകളെ വിളിക്കുന്നു, ആളുകളെ ബന്ധപ്പെടുന്നു, ഞാനിങ്ങനെയാണ്, ഒരു വെയിറ്ററസാണ്, സാധാരണക്കാരുടെ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് എന്ന് പറഞ്ഞ് ആളുകളുടെ അടുത്ത് ചെല്ലുന്നു. ആളുകൾ ഇവരെ പിന്തുണയ്ക്കുന്നു. ആ പ്രൈമറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ വിജയിക്കുന്നു. അത് അന്നത്തെ വലിയ രാഷ്ട്രീയ അട്ടിമറിയായിരുന്നു. കാവലിയെപ്പോലൊരു വമ്പൻ ആളെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇലക്ഷനിൽ ഒരു തവണ പരാജയപ്പെട്ടാൽ അമേരിക്കയിൽ എത്ര വമ്പനാണേലും അവർ ഔട്ടായി പോകും. നേരെ മറിച്ച് കേരളത്തിൽ ഒരു തവണ പരാജയപ്പെട്ടാൽ അടുത്ത തവണ നിൽക്കും, പിന്നെയും പരാജയപ്പെട്ടാൽ പിന്നെയും നിൽക്കും. നമ്മുടെ നടന്മാരുടെ സിനിമകൾ പൊട്ടുന്ന പോലെയാണ്. എത്ര സിനിമ പൊട്ടിയാലും അവർ സൂപ്പർ സ്റ്റാറായിട്ട് തന്നെ തുടരും എന്ന് പറഞ്ഞ പോലെ. പക്ഷേ അമേരിക്കയിൽ അതല്ല. ഒരിക്കൽ ആ ഇലക്ഷൻ രംഗത്ത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഔട്ടായിപ്പോയി. ക്രൗലി അങ്ങനെ ഔട്ടായിപ്പോയി. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഈ വേറെയും ചില ആളുകൾ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ സ്ഥിതി. അവർ ഈ പ്രൈമറിയിൽ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇലക്ഷനിൽ തീർച്ചയായിട്ടും ന്യൂയോർക്ക് സിറ്റി ഡെമോക്രാറ്റുകളുടെ ഒരു ആധിപത്യമുള്ളൊരു സ്ഥലമാണല്ലോ. നിഷ്പ്രയാസം വൻ ഭൂരിപക്ഷത്തോടെ അവർ വിജയിച്ചു. അതിൽ ക്രൗലിക്ക് $1.5 മില്യൺ ഉണ്ടായിരുന്നെന്ന് പ്രചാരണത്തിന് വേണ്ടിയിട്ട്. ഇവരുടെ കയ്യിൽ $83,000 ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത്രയും വെച്ചാണ്. അപ്പം ഈ 15 ലക്ഷം ഉണ്ടായിരുന്നു, ഇവർക്ക് 1 ലക്ഷം പോലും ഇല്ലായിരുന്നു. എന്നിട്ടാണ് ഇവർ ആ പ്രചാരണത്തിൽ
പിന്നെ മുന്നേറിയതും ഇവരെ വിജയിക്കുകയും ചെയ്തത്. അങ്ങനെ കോൺഗ്രസ് അംഗമായി അതിന് ശേഷം അവർ ശക്തമായ നിലപാടുകൾ, പ്രത്യേകിച്ച് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള അവരുടെ ആ പ്രസംഗം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. വളരെ പാഷനേറ്റായിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ 2008 അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള കാര്യം പറയുന്നത്, അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ അമ്മ ഒരു ഹൗസ് ക്ലീനറായിട്ട് വീടുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പിന്നെ പോകുന്നൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഇവരുടെ വീട് നഷ്ടപ്പെടുമെന്നുള്ള സ്ഥിതിയിലാണ് ഇവർ AOCയും വെയിട്രസ്സായിട്ട് പോയി ജോലി ചെയ്യുന്നത്. ആ കാശ് കൊണ്ട് ആ വീട് എങ്ങനെയെങ്കിലും ആ മോർഗേജ് അടിച്ചു പോകണമെന്നുള്ള രീതിയിൽ. അപ്പം ഈ അമേരിക്കയിലെ എല്ലാത്തരം വിഷമതകളും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് AOC. അതുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ ആ ഒരു ആത്മാർത്ഥത അവരുടെ ഓരോ വാക്കുകളിലും തുടിച്ചു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അവർ പറയുന്നതെല്ലാം സത്യസന്ധമായ വാക്കുകളാണ്. ഈ സാധാരണക്കാർക്ക് വേണ്ടിയും പാവങ്ങൾക്ക് വേണ്ടിയുമാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ആശയങ്ങളാണെന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ 2019 ആയപ്പോഴത്തേക്ക് 2018 ഇവർ കോൺഗ്രസ് അംഗമായി. 2019 അടുത്ത വർഷം സൈഗത് ചക്രവർത്തി ഇവരുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്നു. അദ്ദേഹം വേറെ ഇവരെ വിട്ടുപോയി എന്നല്ല, അദ്ദേഹം പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോയി. അങ്ങനെയാണല്ലോ അവിടെ കാലിഫോർണിയയിൽ പോയി മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ അതിനിടയിൽ ഇവർ ഈ കോൺഗ്രസിൽ തന്നെ അവർ ഇടതുപക്ഷങ്ങളുടെ ഒരു സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇൽഹാൻ ഒമർ, റഷീദ താലിബ്, ഇങ്ങനെ ഒരു 3-4 പേര്, ഇവരെല്ലാവരും കൂടി ചേർന്നുള്ള ഒരു സ്ക്വാഡ് എന്ന് പറഞ്ഞ ഒരു ലെഫ്റ്റ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് തീവ്ര ലെഫ്റ്റിസ്റ്റ് ആശയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പലസ്തീന് അനുകൂലമായിട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവരായിരുന്നു അതിന് കാര്യപ്പെട്ട നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിൽ വെച്ച് ഇവർ ഏതോ ഒരു കമ്മിറ്റിയിൽ ഈ നമ്മുടെ പ്രസിഡന്റ് ട്രംപിൻ്റെ ആദ്യത്തെ പേഴ്സണൽ അറ്റേർണി ആയിരുന്ന കോഹനെ വിചാരണ ചെയ്യുന്നു. ആ കോഹനെ വിചാരണ ചെയ്യുമ്പോൾ ഈ ട്രംപ് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെ ഈ വില കൂട്ടിക്കാണിച്ചിരുന്നോ, ഈ സ്വത്തുക്കളുടെ എല്ലാം മൂല്യം കൂട്ടിക്കാണിക്കുകയും അങ്ങനെ ലോണുകളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിരുന്നോ എന്ന് AOC ചോദിച്ചു. അതിന് സാധ്യതയുണ്ടെന്ന് കോഹൻ പറഞ്ഞു. ആ ചോദ്യത്തിൻ്റെ മറപിടിച്ചാണ് ഇവിടെ ന്യൂയോർക്കിൽ അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസ് ട്രംപിനെതിരെ അന്വേഷണം നടത്തിയത്. ഈ സ്വത്തുക്കളുടെ എല്ലാം വില കൂട്ടിക്കാണിച്ച് ബാങ്കുകളിൽ നിന്നെല്ലാം പണം കൂടുതൽ ലോണുകൾ സമാഹരിച്ചു എന്നും പറഞ്ഞാണ് അദ്ദേഹത്തിനെതിരെ സിവിൽ കേസെടുത്തത്. ആ കേസിൽ 354 മില്യൺ പിഴ ട്രംപിനും ട്രംപ് ഓർഗനൈസേഷന് അടയ്ക്കാൻ വേണ്ടി വിധിയുണ്ടായി. അപ്പോൾ ലെറ്റീഷ്യ ജെയിംസ് വേറെയും കേസിൽ ട്രംപിനെ കൊടുക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പം ലെറ്റീഷ്യയെ കൊടുക്കാൻ വേണ്ടി ട്രംപും ഗ്രൂപ്പും ഒക്കെ ഇപ്പം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർ സ്വന്തമായിട്ട് വീടുകൾ വാങ്ങിയതിൽ ഇപ്പോൾ പെൻസിൽവേനിയയിൽ ഒരു വീട് വാങ്ങിയപ്പോൾ അത് അവരുടെ പ്രൈമറി റെസിഡൻസ് എന്ന് പറഞ്ഞാണ് അവിടെ വീട് വാങ്ങിയത്. പക്ഷേ അവരുടെ പ്രൈമറി റെസിഡൻസ് അവിടെ അല്ല, ന്യൂയോർക്ക് സിറ്റിയിലാണ്. ബ്രൂക്കലിൽ ഈ 5 ഫാമിലി ഹൗസ്, പക്ഷെ അത് 4 ഫാമിലി ഹൗസേ ഉള്ളൂ എന്നും പറഞ്ഞാണ് അവർ ടാക്സ് അടയ്ക്കുകയോ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുകയോ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോരോ ക്രമക്കേടുകൾ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർക്കെതിരെയും അന്വേഷണം നടക്കുന്നു. അപ്പം ഈ രാഷ്ട്രീയം പ്രേരിതമായിട്ട് അന്വേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൽ നിന്നാണ് ട്രംപിനെതിരെയും ഒരു അന്വേഷണം വന്നത്. അപ്പോൾ ട്രംപ് എന്തു പറയുന്നു അതിൻ്റെ ഒരു വിപരീതമാണ് AOC എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അമേരിക്കയിലെ ഇപ്പം ഈ അടുത്ത കാലത്ത് കാണുന്ന ഒരു പ്രതിഭാസമാണ്, അമേരിക്ക വാസ്തവം പറഞ്ഞാൽ ഒരു തീവ്ര നിലപാടെടുക്കുന്ന ഒരു രാജ്യമല്ല, എപ്പോഴും ഒരു വയാമീഡിയ രാജ്യമാണ്. പക്ഷേ ഒന്നുകിൽ ട്രംപിൻ്റെ തീവ്ര വലതുപക്ഷ നയം അല്ലെങ്കിൽ AOCയുടെ തീവ്ര ഇടതുപക്ഷ നയം, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ട്രംപ് ചെയ്യുന്നതെല്ലാം AOC വന്നാൽ അതെല്ലാം നിർത്തലാക്കിയിട്ട് ഈ തീവ്ര ഇടതുപക്ഷ നയങ്ങൾ വീണ്ടും കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ ഇതിന് പകരം ഒരു വയാമീഡിയ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ വരുന്നില്ല എന്നുള്ളത് ഖേദകരമായൊരു കാര്യമാണ്. അപ്പം ഈ AOCയെ പറ്റി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം, നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും അവരെ ശ്രദ്ധിക്കേണ്ട വ്യക്തി തന്നെ.